പിന്നെ അങ്ങോട്ടൊരു കുറ്റബോധമാണ് കേട്ടോ. കുറ്റബോധം എന്നൊക്കെ പറഞ്ഞാൽ അറ്റ് ഇറ്റ്സ് പീക്ക് ലെവലാണ്. അയ്യോ, ഞാൻ ചില സമയം നമുക്കത് കഴിച്ചേ പറ്റുള്ളൂ, അത്രയേറെ നമുക്ക് ക്രേവിങ്സ് വരും അല്ലേ. നാവിന് കൊടുക്കേണ്ട സുഖമല്ലേ, അതങ്ങോട്ട് വേണ്ട എന്ന് വെക്കാനുള്ളൊരു തീരുമാനം നമ്മുടെ ബ്രെയിൻ എടുക്കും. എന്തൊരു തടിച്ചിട്ടാണ്, നിനക്ക് എവിടെ നിന്നാണ് ഈ റേഷൻ കിട്ടണം. വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓടണം എന്നുണ്ട്, പക്ഷെ എനിക്ക് ഓടാൻ പറ്റണില്ല. 98 കിലോയും വെച്ചിട്ട് എനിക്ക് വലിയ പാറ കഷ്ണമൊക്കെ തൂക്കിയിട്ടിട്ട് ഞാനിങ്ങനെ നടന്നോ എന്ന് പറഞ്ഞിട്ട് 10 എന്നും പറഞ്ഞ് നടക്കണ പോലെ എനിക്ക്. ഹലോ, അപ്പം 2024 ഏകദേശം തീരാനായില്ല. ഇതിപ്പോൾ ഡിസംബറാണ്. 2025 നമ്മളിങ്ങനെ ചുവട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ന്യൂ ഇയർ ആണല്ലോ, അപ്പോൾ റെസൊല്യൂഷൻസിൻ്റെ ഒക്കെ ഭയങ്കര മേളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന റെസൊല്യൂഷൻസ് ഓഫ് കോഴ്സ് വെയിറ്റ് ലോസ് ആണ്. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ വൺ ഓഫ് ദ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ ഇനിയെങ്കിലും തടി കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു ഡയറ്റിലോ എക്സസൈസിലോ കൺസിസ്റ്റൻ്റായിട്ട് പോകാൻ പറ്റാതെ ഒരുപാട് തവണ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെയും ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ അതൊരു സ്ഥിരം പരിപാടിയാക്കിയ ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇത്. അതെ, ഈ വീഡിയോയിൽ ഞാൻ 3 കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ആ 3 കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിച്ച വെയിറ്റിൽ എത്താൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് ആര്യ എന്നാണ് കേട്ടോ. ഒരു 2 വർഷം മുമ്പ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 98 കിലോ ആയിരുന്നു. 2 കിലോയോടെ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കിലോ എന്ന് പറയേണ്ടി വരില്ലായിരുന്നു, ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പക്ഷെ അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 85 കിലോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 വർഷം കൊണ്ട് 13 കിലോയെ കുറച്ചുള്ളൂ എന്ന്. പക്ഷെ 2 വർഷം കൊണ്ടല്ല ഞാൻ കുറച്ചത്, വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ 2 വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണല്ലോ ഇവിടുത്തെ ട്വിസ്റ്റ്. വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും ക്വിറ്റ് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു. ഇപ്പം എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മൾ വീണ്ടും അത് ക്വിറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഡ്രോപ്പ് ചെയ്യൽ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ ഡ്രോപ്പ് ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ 3 കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഈ ജേർണിയിൽ കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കാൻ പറ്റുകയും ചെയ്തു. എനിക്കൊരു 13 കിലോ കുറയ്ക്കാനും പറ്റി. കിലോയിലല്ല കേട്ടോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റം തന്നെയാണ്. എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് മാറി. ലോ എനർജിയിൽ നിന്ന് ഞാൻ ഹൈലി ആക്റ്റീവായി. എൻ്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ അതിനകത്ത് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇത്രയും ആക്റ്റീവായിട്ട് ഇത്രയും ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആ ഒരു 98 കിലോ ഉള്ള ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ അതെനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു 3 കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, അതെ, ഞാൻ ചെറുതായിട്ടൊന്ന് സ്ഥലം മാറിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്, എനിക്ക് പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഹീറ്റ് ഇട്ടിട്ട് കാറിനകത്ത് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് കുറ്റബോധം പാടില്ല എന്നുള്ളതാണ്. ഈ കുറ്റബോധം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമ്മളിപ്പം ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എവിടുന്നാന്നറിയില്ല ആ സമയത്ത് എങ്ങനെയെങ്കിലും നമുക്ക് ബിരിയാണി ആയിട്ടും പേസ്ട്രി ആയിട്ടും കേക്കായിട്ടും ഐസ്ക്രീമായിട്ടും ചോക്ലേറ്റ് ആയിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കും കേട്ടോ. അപ്പം നമുക്കറിയാണ്ട് തന്നെ ക്രേവിങ്സ് കാരണം ഇത് കഴിച്ചു പോകും. ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാഴ്ച എങ്ങനെയെങ്കിലും നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത സമയത്തായിരിക്കും ഈ സാധനങ്ങളൊക്കെ കിട്ടണം. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇനി അഥവാ അത് കഴിക്കാതെ നമ്മൾ പിടിച്ച് നിൽക്കുകയാണെങ്കിലോ അത് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് കഴിക്കുക. എന്നുവെച്ചാൽ മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കണം, അല്ലാണ്ട് ഭയങ്കരമായിട്ടൊന്നും കഴിക്കാൻ നിൽക്കരുത്. വളരെയധികം കുറച്ചെടുത്ത് കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട്
പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിൽക്കരുത്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഡയറ്റിന് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടൊരു കുറ്റബോധമാണ് കേട്ടോ. കുറ്റബോധം എന്നൊക്കെ പറഞ്ഞാൽ അറ്റ് ഇറ്റ്സ് പീക്ക് ലെവലാണ്. അയ്യോ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എനിക്ക്. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഇത് ചിന്തിച്ചിരിക്കും, എന്നാൽ ഇന്നലെ ഞാൻ ആ ബിരിയാണി കഴിച്ചല്ലോ, ചിലപ്പോൾ ഒരു 50 ഗ്രാം 100 ഗ്രാം ഒക്കെ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ അതിലും കൂടുതൽ കൂടിയിട്ടുണ്ടാവും വെയിറ്റ് നോക്കുന്ന സമയത്ത്. വെയിറ്റ് നോക്കരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ വെയിറ്റ് നോക്കും നമ്മൾ എന്തായാലും. അപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ ഇത്രയും ഗ്രാമൊക്കെ കൂടി കാണുമ്പോൾ നമ്മൾ വീണ്ടും ഡിപ്രസ്ഡ് ആകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മനുഷ്യർക്ക് ദൈവം അറിഞ്ഞു തന്നൊരു കഴിവ് എന്താണെന്നറിയോ? മറക്കാനുള്ള കഴിവ് തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നലെ ബിരിയാണി കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അതോർത്ത് ദുഃഖിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. നമ്മളത് മറക്കുക. കഴിച്ചു ഓക്കെ, പക്ഷേ നെക്സ്റ്റ് ഡേ അത് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം എന്ന് പറയുന്നത്. പലർക്കും അത് പറ്റാറില്ല. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്ട് ഗിൽറ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ചില സമയം നമുക്കത് കഴിച്ചേ പറ്റുള്ളൂ, അത്രയധികം നമുക്ക് ക്രേവിങ്സ് വരും അല്ലേ. ഞാൻ ആദ്യമൊക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയുള്ളൂ, നമ്മൾ ഒരു 90 സെക്കൻഡ്, അത്രയൊന്നും വേണ്ടി വരില്ല, മേ ബി ഒരു 90 സെക്കൻഡ് നമ്മളൊന്ന് ഇത് കഴിക്കണോ വേണ്ടയോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ചില സമയത്ത് നമുക്ക് നാവിന് കൊടുക്കേണ്ട സുഖമല്ലേ, അതങ്ങോട്ട് വേണ്ട എന്ന് വെക്കാനുള്ളൊരു തീരുമാനം നമ്മുടെ ബ്രെയിൻ എടുക്കും. ആ സമയത്ത് നമുക്കിത് കഴിക്കാൻ തോന്നില്ല. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടികൾ, ഈ ഡയറ്റ് തുടങ്ങുന്ന സമയത്തായിരിക്കും ലോകത്തുള്ള എല്ലാവരുടെയും ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മളെ വിളിക്കണത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കല്യാണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സെലിബ്രേഷൻ, അതൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ പോയിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഒരു പ്ലേറ്റ് ബിരിയാണി തിന്നാലും 2 ലഡു തിന്നാലും ഈക്വലാണ്. അപ്പം ബിരിയാണി കഴിക്കുന്നില്ല പക്ഷേ ലഡു കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. കാലറി വൈസ് ലഡുവിനാണ് കൂടുതൽ. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ് കേട്ടോ. അപ്പോൾ ഷുഗർ ഒഴിവാക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്യണം. ഇനി അത് നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പറ്റുന്നൊരു കാര്യമുണ്ട്, അഭിമാനത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പോണില്ല. അപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗെറ്റ് ടുഗെദറിനൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, അയ്യോ എനിക്ക് ഷുഗർ വേണ്ട കേട്ടോ, ഞാൻ ഷുഗർ ഡയറ്റിലാന്ന് പറയും. എന്തായാലും പറഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി എന്തായാലും ഞാനത് എടുക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഡയറ്റിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ കഴിക്കില്ല, അങ്ങനെയുള്ള കാര്യം നമ്മൾ 4 ആളുടെ മുമ്പിൽ പറഞ്ഞോളൂ. അങ്ങനെ പറയുമ്പോൾ അവരോട് പറഞ്ഞതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളത് അവരുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും ചെയ്യാൻ പോണില്ല. അപ്പോൾ ഇതുപോലുള്ള പാർട്ടിയിലോ അല്ലെങ്കിൽ സെലിബ്രേഷൻസിലോ ഒക്കെ ചെല്ലുന്ന സമയത്ത് നമ്മളത് കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും. ആ ഒരു രീതിയിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു സ്ട്രോങ് ഡിസയർ, തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ്. എന്തിന്? ഈ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് 2 കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്നെങ്കിൽ നമുക്കൊരു പെയിൻ ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനിലൂടെ ആയിരിക്കും നമ്മളൊരു മാറ്റം വേണ്ടത് എന്ന് ചിന്തിക്കുന്നത്. അതിൽ പെയിൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പെയിനും ആവാം, മെൻ്റൽ പെയിനും ആവാം. മെൻ്റൽ പെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ, നമ്മളെ ആരെങ്കിലും ബോഡി ഷെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, 4 ആളുടെ മുമ്പിൽ എന്തൊരു തടിച്ചിട്ടാണ്, നിനക്ക് എവിടെ നിന്നാണ് ഈ റേഷൻ കിട്ടണേ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇൻസൾട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്കത് ഇൻസൾട്ടാണ്. ആ സമയത്ത് നമുക്കൊരു പെയിൻ വരാനുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെയൊക്കെ നമ്മൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫിസിക്കൽ പെയിൻ, നടുവേദന, മുട്ടുവേദന, അല്ലെങ്കിൽ എന്തെങ്കിലും തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ, PCOD പോലുള്ള രോഗങ്ങൾ, അതൊക്കെ ആയിരിക്കും നമ്മളെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ, വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ, ഇതൊക്കെ ആയിരിക്കും നമുക്ക് ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാവണം. എൻ്റെ ഒരു സ്ട്രോങ് ഡിസയർ, അതായത് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് ഒരിക്കലും ഒരു ബോഡി ഷേമിങ്ങിൻ്റെ ബേസിസിലല്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു മോനുണ്ട്, അവന് 3 വയസ്സായി ഇപ്പം. അപ്പോൾ ഒരു ദിവസം ഈ 98 കിലോ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവനെയും കൊണ്ട് പാർക്കിൽ കളിക്കാൻ പോയിട്ടോ.
ആ സമയത്ത് കൊച്ച് വീണു കഴിഞ്ഞപ്പം ഞാനും അവനും തമ്മിലൊരു ഹാർഡ്ലി ഒരു 40 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. അപ്പോൾ എനിക്ക് വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓടണം എന്നുണ്ട്, പക്ഷെ എനിക്ക് ഓടാൻ പറ്റണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 152 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഞാൻ 98 കിലോയും വെച്ചിട്ട് എനിക്ക് എന്തോ എൻ്റെ 2 സൈഡിലും 2 വലിയ പാറക്കഷ്ണമൊക്കെ തൂക്കിയിട്ടിട്ട് ഞാനിങ്ങനെ നടന്നോ എന്ന് പറഞ്ഞിട്ട് അത്തോ പത്തോ എന്നും പറഞ്ഞ് നടക്കണ പോലെ എനിക്ക് അത്രയും ഭയങ്കരമായിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലുള്ളവർക്ക് ചിലപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. നമ്മുടെ മോൻ അവിടെ വീണ് കിടക്കുകയാണ്, നമുക്ക് ഓടിച്ചെന്ന് എടുക്കാൻ പറ്റണില്ല, അവൻ കരയാണ്, അമ്മ എടുക്കുമെന്നും പറഞ്ഞിട്ട് അവൻ ഒച്ചത്തിൽ കരയുന്നു, എനിക്ക് ഓടാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ പിന്നെ ഓടുമ്പം വേദനകൾ, നടുവേദന, കാലുവേദന, മുട്ടുവേദന. അപ്പം എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് നല്ലൊരു അമ്മയായിട്ടിരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരിക്കലും എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റില്ല. ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ എനിക്ക് അതുപോലെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ ഒരു സ്ട്രോങ് ഡിസയർ അല്ലെങ്കിൽ എൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം, ഈ ഒരു വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിലായിരുന്നു കേട്ടോ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തായാലും എനിക്ക് വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ എന്ന്. ഇപ്പോഴാണെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു രീതിയിൽ എനിക്ക് ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ, അതായത് ഡയറ്റിൽ നിന്നൊന്നും മാറാൻ തോന്നുമോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ എനിക്ക് മടി പിടിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ മുഖം ഒന്ന് ആലോചിക്കും. ആ സമയത്ത് ഇങ്ങനെ പോയാൽ പറ്റില്ല, എനിക്ക് അവനെ കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചേ പറ്റുള്ളൂ, എൻ്റെ ഫാമിലി എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ സന്തോഷിച്ചാൽ മാത്രമേ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടി, എൻ്റെ പാരൻസ്, എൻ്റെ ഇൻലോസ് അവരൊക്കെ ഹാപ്പി ആവുള്ളൂ എന്നൊരു ഉത്തമ ബോധ്യം എനിക്ക് വരും. അതുകൊണ്ട് എനിക്ക് വേറൊരു ഫ്യൂവലിൻ്റെ ആവശ്യമില്ല. ആ ഒരൊറ്റ കാര്യം ഞാൻ ചിന്തിച്ചാൽ മതി. എനിക്ക് ഡെയിലി മോട്ടിവേഷൻ വീഡിയോസ് കാണേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്തിനിത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിപ്പം മറന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ എഴുതി വെക്കൂ. നിങ്ങൾ കാണുന്ന വാളിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും എഴുതി വെക്കൂ. അത് കണ്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് അത് കയറി പൊയ്ക്കോളും. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് കടക്കാൻ പോകണം കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ലാസ്റ്റ് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നാരും വിചാരിക്കുന്നത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോണ്ട് ഫോക്കസ് ഓൺ ദ ഗോൾ, എൻജോയ് ദ പ്രോസസ്സ്. അതായത് നമ്മളിപ്പം 80 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 60 കിലോ ആവണം എന്നായിരിക്കുമല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. 98 കിലോ ഉള്ള സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് ആയിട്ടുള്ള 55 കിലോയിലേക്ക് വരണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അപ്പം ഞാൻ ഫോക്കസ് ചെയ്ത് ആ നമ്പറിനെയാണ്, 5 എന്നുള്ള ആ നമ്പറിനെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണേ, 98 കിലോ ഉള്ള ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ വെയിറ്റിൻ്റെ മെഷീനിൽ കയറി നിന്നിട്ട് ഇങ്ങനെ നോക്കും, വെയിറ്റ് കുറയുന്നില്ലല്ലോ, അയ്യോ 50 ഗ്രാം ഇന്ന് കൂടുതലാണ്, ഇനി ഞാൻ എന്ന് 55 കിലോയിലെത്തും. അങ്ങനെയായിരുന്നു ഞാൻ ഓരോ നിമിഷം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ ആ സമയത്ത് വരുന്നത്. ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 1 കിലോ കുറഞ്ഞു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും കയറി നോക്കും, 98 നിന്ന് 97 ആയിട്ടുള്ളൂ, അയ്യോ എൻ്റെ വെയിറ്റ് 55 ആണല്ലോ ആവേണ്ടത്. എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, എൻ്റെ അറിവിൽ കുറേ പേരുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും എൻ്റെ പൊന്നു മക്കളെ ഈ ഒരു 55 കിലോ അല്ലെങ്കിൽ 60 കിലോ അങ്ങനെ ഒരു ഫിഗറേ നിങ്ങൾ ചിന്തിക്കരുത്. കാരണം അതാവുന്ന വരെയുള്ള അത്രയും സമയമുണ്ടല്ലോ നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കണം. എന്തിനാണ് അങ്ങനെ ജീവിക്കണത്? ഒരു 6 മാസം കഴിഞ്ഞൊരു 10 കിലോ കുറയും, അല്ലെങ്കിൽ 20 കിലോ കുറയുമെന്ന് വിചാരിക്കുക. ആ 20 കിലോ കുറയുന്ന അത്രയും നാൾ അത് കുറയാൻ വേണ്ടി നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ലൈഫിൽ 6 മാസം നമ്മളിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുകയാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല ആക്ച്വലി. അങ്ങനെ ജീവിച്ചാൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൺസിസ്റ്റൻസി പോകും, ഉറപ്പായിട്ട് നമ്മൾ ഡയറ്റിൽ തോറ്റും പോകും. എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ഫോക്കസ് ചെയ്തത് ആ ഒരു അവസാന ഗോളിലല്ല, ഞാൻ ഫോക്കസ് ചെയ്തത് എൻ്റെ പ്രോസസ്സിലാണ്. എൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പം ഡയറ്റ്, എക്സസൈസ്, എൻ്റെ സ്കിൻ കെയർ, എൻ്റെ സെൽഫ് ലവ്, സെൽഫ് കെയർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് കൂട്ടി ഇണക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ ദിവസവും എഴുന്നേറ്റിട്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇന്നെനിക്ക് കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യണം, ഇന്നെനിക്ക് കറക്റ്റായിട്ട് എക്സസൈസ് ഫോളോ ചെയ്യണം. അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇന്ന് മോർണിംഗും നൈറ്റും സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അടുത്ത ദിവസം അടുത്ത ഗോള് സെയിം. അങ്ങനെ ഓരോ ദിവസവും ഈ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പം ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ആഴ്ചകൾ കഴിഞ്ഞുപോയി, മാസങ്ങൾ കഴിഞ്ഞുപോയി, എൻ്റെ ശരീരത്തിൽ എനിക്ക് മാറ്റവും കണ്ടു തുടങ്ങി. ഞാൻ ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടില്ല, ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ടില്ല. ഞാൻ ആ ഒരു പ്രോസസ്സ് ശരിക്കും
ശരിക്കും എൻജോയ് ചെയ്ത് നടന്നു. ഇപ്പോഴും നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ 98 കിലോയിൽ നിന്ന് 85 കിലോയും ഞാൻ ആയിട്ടുള്ളൂ. ആക്ച്വലി എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 55 കിലോ ആണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കാറ് ആൾക്കാരുടെ അടുത്ത്. മറ്റത് എനിക്ക് ആൾക്കാരെയൊക്കെ കാണുമ്പോഴല്ല ഞാൻ ഓടിപ്പോയിട്ട് ഈ മറ്റേ ആമേൻ്റെ തല ഇങ്ങനെ ബാക്കോട്ട് വലിക്കണ പോലെ ഞാനിങ്ങനെ ചുരുങ്ങി കൂടുമായിരുന്നു. ഈശ്വരൻ എന്നെ ആരും കാണല്ലേ എന്നുള്ളത്. അപ്പോൾ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഒരൊറ്റ മനുഷ്യന്മാരെ ആരും എന്നെ നോക്കുന്നുണ്ടാവില്ല. പക്ഷെ ഞാനിങ്ങനെ അവരെന്നെ ആയിരിക്കും നോക്കുന്നത്. അങ്ങനെ ജിമ്മിൽ പോലും പോകാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ എന്താ പറയുക, ഒരു നമ്പറിനെ ഫോക്കസ് ചെയ്ത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം നിങ്ങളിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ഫൈനൽ ഗോളിനെ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും ആ ഗോളിലേക്ക് എത്താൻ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓരോ ദിവസവും ഓരോ നിമിഷവും ആസ്വദിച്ച് വളരെയധികം എൻജോയ് ചെയ്ത് വേണം അത് ചെയ്യാൻ കേട്ടോ. അപ്പോഴാണ് ശരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞ 3 കാര്യങ്ങൾ അതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു പോയിന്റിൽ അത് യൂസ്ഫുൾ ആവും എന്നെനിക്ക് നല്ല ഒരു വിശ്വാസമുണ്ട്. അത് യൂസ്ഫുൾ ആവട്ടെ. നമ്മുടെ ലൈഫ് മാറ്റണം എന്നുള്ളത് മറ്റാരും ആഗ്രഹിക്കില്ലടോ, അത് നമ്മൾ മാത്രമേ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത് മാറ്റാൻ പറ്റും. ഇഫ് ഐ ക്യാൻ ഡു ദിസ് ദെൻ യു ഗൈസ് ക്യാൻ ഓൾസോ ഡു ദിസ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. 85 കിലോയിലാണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഒരു 85 കിലോ ഒക്കെ എത്തുമ്പോൾ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് എന്നെക്കാൾ വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ എനർജി കുറവുള്ള ആൾക്കാരുണ്ടാവും, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കറിയാം, ഞാനും ഒരു പോയിന്റിൽ ആൻറ്റി ഡിപ്രസൻസ് കഴിച്ചിട്ടുണ്ട്. എന്താ പറയുക, ലോ എനർജി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഈ ലൈഫേ എനിക്ക് മടുത്തു എന്നുള്ള രീതിയിൽ വരെ ഇരുന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇതൊക്കെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലൈഫിൽ ഞാൻ വരുത്തിയ മാറ്റം തന്നെയാണല്ലേ. അപ്പം ഇനിയും മടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റാർട്ട് ജസ്റ്റ് റൈറ്റ് നൗ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള മോട്ടിവേഷൻ തരുന്ന ചെറിയ ട്രിക്സും ടിപ്സും ഒക്കെ പറഞ്ഞു തരുന്ന വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സ്റ്റിൽ ദെൻ ദിസ് ഇസ് ആര്യ സൈനിങ് ഓഫ്.